അമ്മയുടെ പാലിൽ നിന്നും പകരം വയ്ക്കാവുന്നവയുമായി താരതമ്യം ചെയ്യുന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ പറയുന്നവ പഠിക്കും. അമ്മയുടെ പാലിന്റെ ഗുണങ്ങൾ, ഫോർമുല പാലിന്റെയും മൃഗങ്ങളുടെ പാലിന്റെയും ദോഷകരമായ ഫലങ്ങൾ. മുലപ്പാൽ സമ്പൂർണ്ണ പോഷകാഹാരത്തിന്റെ ദ്രാവക സ്രോതസ്സാണ്. അതിൽ വെള്ളം, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. വിവിധ വിറ്റാമിനുകൾ, ധാതുക്കൾ, ഹോർമോണുകൾ, എൻസൈമുകൾ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പാൽ കുഞ്ഞിന് വളർച്ചാ ഘടകങ്ങളും പ്രതിരോധ സംരക്ഷണ ഘടകങ്ങളും നൽകുന്നു. അമ്മയുടെ പാലിന്റെ ഘടകങ്ങൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദമായി ചർച്ച ചെയ്തു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അമ്മയുടെ പാലിനെക്കുറിച്ചുള്ള രസകരമായ ചില വസ്തുക്കൾ നോക്കാം. അമ്മയുടെ പാൽ സ്വന്തം കുഞ്ഞിന് പ്രത്യേകം യോജിച്ചതാണ്. അതിന്റെ ഘടന സ്ഥിരമായി നിലനിൽക്കുന്നില്ല. വളരുന്ന കുഞ്ഞിന്റെ മാറുന്ന ആവശ്യങ്ങളനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും. ഇത് പാലിനനുസരിച്ച് ദിവസം തോറും മാസം തോറും മാറുന്നു. ഒരൊറ്റ മുലയൂട്ടൽ സമയത്ത് പോലും ഘടന മാറുന്നു. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്കിത് മനസ്സിലാക്കാം. അമ്മയുടെ പാലിൽ പ്രോട്ടീൻ, ഷുഗർ എന്നിവയും ജലാംശമുള്ളതുമാണ്. ഇത് കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കാൻ സഹായിക്കുന്നു. മുലയൂട്ടലിന്റെ അവസാനം പാൽ കട്ടിയുള്ളതും ക്രീമായി മാറുന്നു. നല്ല ഫാറ്റ്സ് കൊണ്ട് സമ്പുഷ്ടമാണ്. ഇത് കുഞ്ഞിന് മതിയാവോളം സംതൃപ്തമായി നിലനിർത്താൻ സഹായിക്കുന്നു. കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് അമ്മയുടെ പാലിന്റെ അളവും മാറുന്നു. പല അമ്മമാരും കുഞ്ഞിനെ പോറ്റാൻ തങ്ങളുടെ പാലിന്റെ പകരമായുള്ളവ തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണത്തിന് ഫോർമുല പാൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പാൽ. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ അവയെ അമ്മയുടെ മുലപ്പാലുമായി താരതമ്യം ചെയ്യും. ആദ്യം ഫോർമുല പാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫോർമുല പാൽ ശിശുക്കൾക്ക് വ്യാവസായികമായി തയ്യാറാക്കിയ ഭക്ഷണോൽപ്പന്നമാണ്. ഇത് സാധാരണയായി പൊടി അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലാണ്. കുപ്പികളിലൂടെയാണ് അവ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. കപ്പുകൾ അല്ലെങ്കിൽ തവികൾ എന്നിവയിലൂടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. ഫോർമുല പാലുകളിൽ നിർജ്ജലീകരണം ചെയ്ത മൃഗങ്ങളുടെ പാൽ, സോയാപാൽ, സസ്യ എണ്ണകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കുഴമ്പുകൾ, കൃത്രിമ പഞ്ചസാര, കേടാകാതിരിക്കാനുള്ള വസ്തുക്കൾ എന്നിവ ചേർക്കുന്നു. എല്ലാ ഫോർമുല പാലുകളും വളരെ ചിലവേറിയതാണ്. അമ്മയുടെ പാലിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ ഘടന ഓരോ കുഞ്ഞിനും വ്യത്യസ്തമല്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ ഘടനയുള്ള ഒരു സാധാരണ ഉൽപ്പന്നമാണിത്. ഫോർമുല പാലിൽ ആന്റിബോഡികളും ജീവനുള്ള കോശങ്ങളും നല്ല ബാക്ടീരിയകളും ഇല്ല. ഫോർമുല പാലിൽ സംസ്കരണത്തിൽ പല എൻസൈമുകളും നശിപ്പിക്കപ്പെടുന്നു. അതിനാൽ അവയിൽ നിന്ന് പോഷകങ്ങൾ മോശമായി ആഗിരണം ചെയ്യപ്പെടുന്നു. ഫോർമുല പാൽ നൽകുന്ന ശിശുക്കൾക്ക് മുലപ്പാൽ കുടിക്കുന്നവരേക്കാൾ വ്യത്യസ്തമായ കുടൽ ഘടനയുണ്ട്. ഇത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ദീർഘകാലത്തേക്ക് ബാധിച്ചേക്കാം. ഫോർമുല പാൽ കുടലിൽ നല്ല ബാക്ടീരിയകളുടെ വളർച്ച കുറയ്ക്കുന്നു. ഇത് രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. അകാല ശിശുക്കളിൽ കുടൽ സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നു. ഇത് ആ ശിശുക്കളിൽ കുടൽ കോശങ്ങളുടെ നാശത്തിനും മരണത്തിനും ഇടയാക്കും. അത്തരം കുഞ്ഞുങ്ങൾ നിർണായകമാണ്, കാരണം അവരുടെ കുടൽ ടിഷ്യൂ മരിക്കുന്നു. ഫോർമുല പാൽ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും വയറുവേദന ഉണ്ടാകാറുണ്ട്. വയറിൽ ഗ്യാസ് പ്രശ്നങ്ങൾ, വീർപ്പുമുട്ടൽ, വയറിളക്കം എന്നിവയും ഉണ്ടായേക്കാം. ഫോർമുല പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം വരാനുള്ള സാധ്യത, കൂടാതെ പിന്നീടുള്ള ജീവിതത്തിൽ ഹൈപ്പർ ടെൻഷനും വന്നേക്കാം. ഫോർമുല പാൽ കുടിക്കുന്ന 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പെട്ടെന്നുള്ള മരണസാധ്യതയുണ്ട്.
കുപ്പിപ്പാലിനും മൂക്കിനും പകരം വായിലൂടെ ശ്വസിക്കാൻ കാരണമാകുന്നു. ഈ കാരണങ്ങളെല്ലാം സ്ലീപ്പ് ആപ്നിയ എന്ന അപകടസാധ്യത വർദ്ധിപ്പിച്ചേക്കാം. ഉറങ്ങുമ്പോൾ ശ്വാസം തടസ്സപ്പെടുന്ന അവസ്ഥയാണിത്. കുപ്പിപ്പാൽ ദന്തക്ഷയത്തിനും പല്ലുപൊന്തലിനും കാരണമാകും. ഫോർമുല പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് ന്യൂമോണിയ, വയറിളക്കം, ചെവിയിൽ അണുബാധ. അവർക്ക് ആസ്മയും ശ്വാസതടസ്സവും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഫോർമുല പാൽ ശിശുക്കളിൽ ചർമ്മത്തിന്റെ അലർജിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഫോർമുല ഫീഡ് ശരിയായി തയ്യാറാകുന്നതിലെ അശ്രദ്ധ കൂടുതൽ ദോഷം ചെയ്യും. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. വെള്ളത്തിൽ അമിതമായി പൊടി ചേർത്താൽ അത് ശിശുക്കളിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുന്നു. ശരീരത്തിന്റെ സോഡിയം അളവ് ഉയരാനും ഇത് കാരണമാകും. തൽഫലമായി കുഞ്ഞിന് ക്ഷോഭം, അലസത, പിടിവാശി എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കും. ഉയർന്ന സോഡിയം അളവ് കുഞ്ഞിന്റെ പക്വതയില്ലാത്ത വൃക്കകളിൽ ഭാരമുണ്ടാക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോർമുല പാലുകൾ ചിലവേറിയതാണ്. ഇക്കാരണത്താൽ അമ്മമാർ കൂടുതൽ വെള്ളത്തിൽ കുറച്ചു പൊടി ചേർത്തേക്കാം. കുറച്ചു പൊടി ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് വിശപ്പ് മാറില്ല. ഇത് ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. ഫോർമുല പാൽ സംഭരിക്കുമ്പോഴും തയ്യാറാക്കുമ്പോഴും ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. ഫോർമുല പാൽ തയ്യാറാക്കേണ്ടത് ചൂടുള്ളതും ശുദ്ധവുമായ വെള്ളത്തിലാണ്. തണുത്തതും വൃത്തികെട്ടതുമായ വെള്ളത്തിൽ തയ്യാറാക്കിയാൽ ഇത് ശിശുക്കളിൽ അണുബാധയ്ക്ക് കാരണമാകും. പാൽ കുപ്പികൾ വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും വേണം. ഇത് വൃത്തിയാകാതിരിക്കുകയോ മലിനജലം ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ചെയ്താൽ അണുബാധയ്ക്ക് കാരണമാകും. ഇതുവരെ നമ്മൾ ഫോർമുല പാൽ ചർച്ച ചെയ്തു. ഇനി മൃഗങ്ങളുടെ പാലിനെക്കുറിച്ച് സംസാരിക്കാം. പശു, പോത്ത്, ആട് മുതലായവയിൽ നിന്നുള്ള പാലിനെ മൃഗങ്ങളുടെ പാലെന്ന് വിളിക്കുന്നു. മൃഗങ്ങളുടെ പാൽ മുലപ്പാലിന് പകരമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ ഇത് ശരിയല്ല. കാരണം ഞാൻ നിങ്ങളോട് പറയാം. അമ്മയുടെ പാലിന്റെയും മൃഗങ്ങളുടെ പാലിന്റെയും പോഷകഘടന വ്യത്യാസമാണ്. മൃഗങ്ങളുടെ പാലിൽ ഉയർന്ന അളവിൽ കെയ്സിൻ എന്ന ഒരു തരം പ്രോട്ടീനുണ്ട്. ഇത് അമ്മയുടെ പാലിനെ അപേക്ഷിച്ച് 6 മുതൽ 7 മടങ്ങ് വരെ കൂടുതലാണ്. മൃഗങ്ങളുടെ പാലിന് ഉയർന്ന കെയ്സിൻ ഉള്ളടക്കം കടുപ്പമുള്ളതുമായ തൈരുണ്ടാക്കുന്നു. കൊച്ചുകുട്ടികൾക്ക് കെയ്സിൻ ദഹിപ്പിക്കാൻ പ്രയാസമാണ്. അതേസമയം അമ്മയുടെ പാലിൽ ഉയർന്ന അളവിൽ വേ പ്രോട്ടീൻ ഉണ്ട്. കെയ്സിൻ എന്നതിനെ അപേക്ഷിച്ച് കുട്ടികൾക്ക് വേ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ എളുപ്പമാണ്. കുട്ടികൾക്ക് പശുവിൻ പാൽ നൽകുന്നത് പാൽ പ്രോട്ടീനുകളോടുള്ള അലർജിക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് കുട്ടികളിൽ അയൺ കുറവ്, വിളർച്ചയ്ക്കും കാരണമായേക്കാം. ശിശുക്കളിൽ അയണിന്റെ കുറവ് വൈജ്ഞാനികവും ശാരീരികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തും. മൃഗപ്പാലിലും അമ്മയുടെ പാലിലും അയൺ കുറവാണ്. പക്ഷേ അമ്മയുടെ പാലിലെ അയൺ മൃഗങ്ങളുടെ പാലിൽ നിന്നുള്ളതിനേക്കാൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. അമ്മയുടെ പാലിൽ നിന്ന് 50% അയൺ ആഗിരണം ചെയ്യപ്പെടുന്നു. അതേസമയം പശുവിൻ പാലിൽ നിന്ന് 10% മാത്രമേ ഇരുമ്പ് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. ചിലപ്പോൾ മൃഗങ്ങളുടെ പാൽ പ്രോട്ടീനുകളോടുള്ള അലർജി മലത്തിൽ രക്തത്തിന് കാരണമാകും. ഇത് കുട്ടിയുടെ അയൺ അളവ് മോശമാക്കിയേക്കാം. മൃഗങ്ങളുടെ പാലിൽ സിങ്ക്, നിയാസിൻ, വൈറ്റമിൻ എ, സി, ഇ എന്നിവ കുറവാണ്. തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ നല്ല ഫാറ്റ്സ് മൃഗങ്ങളുടെ പാലിൽ കുറവാണ്. അതിനാൽ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഫോർമുല അല്ലെങ്കിൽ മൃഗങ്ങളുടെ പാൽ നൽകുന്ന കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ഐക്യു ഉണ്ട്. മൃഗപ്പാലിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ, സോഡിയം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഉയർന്ന അളവിൽ ക്ലോറൈഡ്,
ഫോസ്ഫറസ് എന്നിവയുമുണ്ട്. ഇത് ശിശുക്കളുടെ പക്വതയില്ലാത്ത വൃക്കകളിൽ ഒരു ഭാരം കയറ്റിയേക്കാം. തൽഫലമായി അവർ നിർജ്ജലീകരണം ബാധിച്ചേക്കാം. ഉയർന്ന ഫോസ്ഫേറ്റ് ലോഡ് ശിശുക്കളിൽ കാൽഷ്യം കുറവിന് കാരണമാകും. ഫോർമുല പാൽ പോലെ മൃഗങ്ങളുടെ പാലിനും ചില ദോഷങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ആന്റിബോഡീസ്, നല്ല ബാക്ടീരിയകളുടെയും അഭാവം എന്നിവ. അതിനാൽ കുഞ്ഞിനൊരു വയസ്സ് തികയുന്നതുവരെ മൃഗങ്ങളുടെ പാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. മൃഗങ്ങളുമായും ഫോർമുല പാലുമായും താരതമ്യം ചെയ്യുമ്പോൾ അമ്മയുടെ പാലിന് പാരിസ്ഥിതിക ഗുണങ്ങളുണ്ട്. മൃഗങ്ങളുടെ പാലിനും ഫോർമുല പാലിനും പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, മറ്റുള്ള സ്ഥലത്ത് എത്തിക്കൽ എന്നിവ ചിലവും മാലിന്യ ഉൽപാദനവും വർദ്ധിപ്പിക്കും. അത് തയ്യാറാക്കാൻ ധാരാളം വിഭവങ്ങളും സമയവും ആവശ്യമാണ്. അതേസമയം അമ്മയുടെ പാലിൽ പാക്കേജ്ഡ് അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് എത്തിക്കൽ എന്നിവയില്ല. ഇത് മലിനമോ പുകയോ ശബ്ദമോ ഉണ്ടാക്കുന്നില്ല. മൃഗങ്ങളുടെ പാലും ഫോർമുല പാലും കേടാകാൻ സാധ്യതയുണ്ട്. ബാക്ടീരിയ മലിനീകരണം കാരണം അവ കേടായേക്കാം. അതേസമയം അമ്മയുടെ പാൽ ഊഷ്മാവിൽ എപ്പോഴും പുതിയതാണ്. അമ്മയുടെ പാലിന് പകരം മറ്റു പാലുകൾ നൽകുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. മുലയൂട്ടാത്ത സ്ത്രീകൾക്ക് സ്തന, അണ്ഡാശയ അർബുദം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റു രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് പ്രമേഹം, രക്താതിമർദ്ദം, ഹൃദ്രോഗം. മുലയൂട്ടുന്ന അമ്മമാർക്ക് അവരുടെ പ്രായം ചെല്ലുമ്പോൾ മെച്ചപ്പെട്ട മാനസിക ബോധമുണ്ടാകും. ഫോർമുല പാൽ നൽകുന്ന അമ്മമാർക്ക് അവരുടെ ഗർഭാവസ്ഥയുടെ ഭാരം നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അമിതവണ്ണത്തിനുള്ള സാധ്യത അവരിൽ കൂടുതലാണ്. ഇവർക്ക് പിന്നീട് ജീവിതത്തിൽ അസ്ഥിരോഗങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഇടുപ്പിലോ കാൽമുട്ടുകളിലോ വേദനയ്ക്കും ഒടിവിനും കാരണമായേക്കാം. പ്രസവാനന്തര വിഷാദവും ഇവരിൽ കാണാം. തുടർച്ചയായുള്ള മുലയൂട്ടൽ ഒരു സ്വാഭാവിക ജനന നിയന്ത്രണമായി പ്രവർത്തിക്കുമെന്നത് ശ്രദ്ധിക്കുക. അമ്മ മുലയൂട്ടുന്നില്ലെങ്കിൽ ഈ ഗർഭനിരോധന മാർഗം ഫലപ്രദമല്ല. അതിനാൽ അമ്മ തന്റെ പാലിന് പകരം മറ്റു പാലുകൾക്ക് പകരം വയ്ക്കരുത്. ഇത് 2 ഗർഭധാരണങ്ങൾക്കിടയിലും സമയം കുറയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൽഫലമായി അമ്മയ്ക്കും കുഞ്ഞിനും പോഷകാഹാരക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ പാലിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. അമ്മയുടെ പാലിന് പകരമുള്ളവയും അമിതമായ വിപണനവും പ്രോത്സാഹനവും നടക്കുന്നു. തൽഫലമായി മുലയൂട്ടൽ കുറയുന്നു. എങ്കിലും ശിശുക്കൾക്ക് ഏറ്റവും മികച്ച പോഷകാഹാരം അമ്മയുടെ പാൽ മാത്രമാണ്. ഇത് കഴിക്കുന്നത് സുരക്ഷിതവും കുഞ്ഞിന്റെ മാറുന്ന വികസന ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാണ്. മുലയൂട്ടൽ കുഞ്ഞിനും അമ്മയ്ക്കും ധാരാളം ഗുണങ്ങൾ നൽകുന്നു. അതിനാൽ 6 മാസം വരെ പ്രത്യേക മുലയൂട്ടൽ നടത്തണം. 6 മാസത്തിനു ശേഷം മുലയൂട്ടലിനോടൊപ്പം അനുബന്ധ ഭക്ഷണം ആരംഭിക്കണം. കുറഞ്ഞത് 2 വർഷം വരെ മുലയൂട്ടൽ തുടരണം. ശരിയായ മുലയൂട്ടൽ രീതികൾ മറ്റു ട്യൂട്ടോറിയലുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഫലപ്രദമായ മുലയൂട്ടലിനായി ദയവായി അവ ശ്രദ്ധിക്കുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.